ഹായ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം 2013 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. 2013 സെപ്റ്റംബർ അന്ന് നടന്ന എക്സാം ആയിരുന്നു. അതിൻ്റെ ആദ്യത്തെ 15 ചോദ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ 16ാമത്തെ ചോദ്യം മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. കുട്ടികളിൽ സർഗാത്മകത പോഷിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി. ചൂസ് ദ കറക്റ്റ് മെത്തേഡ് ഫോർ ഫോസ്റ്ററിങ് ക്രിയേറ്റിവിറ്റി എമോങ് ചിൽഡ്രൻ. ഇതിൽ നിങ്ങൾ ഓപ്ഷൻ നോക്കൂ. എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, ആക്സിലറേഷൻ, പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ, സിനക്റ്റിക്സ് മോഡൽ. ഇതിലേതാണ് ക്രിയേറ്റിവിറ്റി ഫോസ്റ്റർ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായത്? ഉത്തരം സിനക്റ്റിക്സ് മോഡലാണ്. അപ്പോൾ നിങ്ങൾ മറ്റു ഓപ്ഷനുകളൊക്കെ നോക്കൂ. എന്താണ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം? സംവർദ്ധിത കാര്യക്രമം. ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവും അല്ലേ. ഇതൊക്കെ ഗിഫ്റ്റഡ് ചൈൽഡിന് കൊടുക്കുന്നതാണ്. അവരുടെ നീഡ്സിനനുസരിച്ച് നമ്മുടെ ടീച്ചിങ്ങിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതാണ് എന്ത്? എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, ഗിഫ്റ്റഡ് ചിൽഡ്രൻ. അതുപോലെ ആക്സിലറേഷനും അത്തരം കുട്ടികൾക്കാണ്. പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ മറ്റൊരു രീതിയിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷനുണ്ട്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമ്മുടെ ടീച്ചിങ് മെത്തേഡുകൾ മാറ്റം വരുത്തുമ്പോഴാണ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക. എന്നാൽ സിനക്റ്റിക്സ് മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ ക്രിയേറ്റിവിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇതൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡും കൂടിയാണ്, പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഇവിടെ എന്തിനും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ക്രിയേറ്റിവിറ്റിക്കും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ രീതിയിൽ ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. വളർച്ച സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വളർച്ച, പരിപക്വനം, പഠനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഗ്രോത്ത് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. വളർച്ച ഒരു ജീവിയിൽ നടക്കുന്ന പൊതുവായ മാറ്റമാണ്. ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ ഓർഗാനിസം ആസ് എ ഹോൾ. അല്ലെ, ആസ് എ ഹോൾ ആയിട്ടാണ് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടാവുക. ഗ്രോത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഗ്രോത്ത് മെച്ചുറേഷനെയും ലേണിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഗ്രോത്ത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഫ്രം ദ വോം ടു ടോംബ്. ജനനം മുതൽ ടോംബ്, മരണം വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഗ്രോത്തിനെ സംബന്ധിച്ച് ശരിയായതാണ് അല്ലേ. ഏതാണ് ശരിയായത്? ഗ്രോത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഏതാണ്? ഗ്രോത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഒരാളെ ഗ്രോത്ത്, വളർച്ചയിൽ അയാൾ ലേണിംഗ് നടത്തിയാലാണോ വളർച്ച നടക്കുന്നത്? അല്ലെങ്കിൽ മെച്ചുറേഷൻ നടത്തിയാലാണോ വളർച്ച നടക്കുന്നത്? അല്ല, വളർച്ച സ്വാഭാവികമായിട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ മറ്റുള്ള ഓപ്ഷനൊക്കെ എന്താണ് തെറ്റാനുള്ള കാരണം? അല്ലേ, മെച്ചുറേഷൻ ആൻഡ് ലേണിങ്ങിനെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റാണ്. എന്താണ്? ഡെവലപ്മെൻറ്റാണ്. മറ്റുള്ളതൊക്കെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ളതാണ്. ഓർഗാനിസത്തിൽ ആസ് എ ഹോൾ നടക്കുന്നതാണ് ഡെവലപ്മെൻറ്റ്. അതുപോലെ വോം ടു ടോംബാണ് എന്ത് നടക്കുന്നത്? ഡെവലപ്മെൻറ്റ്. അല്ല, ഗ്രോത്ത് എന്ത് ചെയ്യും? ഒരു നിശ്ചിത പരിധി എത്തിയാൽ നിന്നു പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ 18ാമത്തെ ചോദ്യം നോക്കൂ. ഏത് ഘട്ടമാണ് കളിപ്പാട്ടത്തിൻ്റെ കാലഘട്ടം, ടോയ് ഏജ് എന്നറിയപ്പെടുന്നത്? ഏത് ഘട്ടമാണ് ടോയ് ഏജ്? അത് ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, ഇൻഫാൻസി, ബേബിഹുഡ്. ഏതാണ്? ഏർലി ചൈൽഡ്ഹുഡാണ് ടോയ് ഏജ് എന്നറിയപ്പെടുന്നത്, ആദ്യ ബാല്യം. 19ാമത്തെ ചോദ്യം നോക്കൂ. സാമീപ്യ ദുരവസ്ഥ ദിശാക്രമം. അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കും. പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴോട്ടുള്ള വളർച്ചയാണോ, ഡെവലപ്മെൻ്റ് ആണോ? ഹെഡ് ടു ഫൂട്ട് ആണോ? ഫാർ ടു നിയർ ആണോ? നിയർ ടു ഫാർ ആണോ? ഏതാണ്? അതായത് നിയർ ടു ഫാർ ആണ് ശരിയായ ഓപ്ഷൻ. അതായത് ശരീരത്തിൻ്റെ കേന്ദ്രഭാഗത്ത് നിന്ന് പാർശ്വത്തിലേക്കുള്ള ഡെവലപ്മെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. 20ാമത്തെ ചോദ്യം. കാതറിൻ ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ 18ാം മാസത്തിൽ കുട്ടിയിൽ അസൂയ ഉടലെടുക്കുന്നത്. അക്കോർഡിംഗ് ടു കാതറിൻ ബ്രിഡ്ജസ്, അറ്റ് 18 months jealousy develop in a child from. ഓപ്ഷൻ നോക്കൂ. ഡിസ്ട്രസ് ആൻഡ് ഡിലൈറ്റ്. ഓപ്ഷൻ ബി ഡിസ്ട്രസ് ആൻഡ് അഫെക്ഷൻ. ഓപ്ഷൻ സി ജോയ് ആൻഡ് ഡിലൈറ്റ്. ഓപ്ഷൻ ഡി ഡിസ്ട്രസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. എവിടെ നിന്നാണ് ഈ ജലസി ഡെവലപ്പ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്, ഡിസ്ട്രസ് ആൻഡ് അഫെക്ഷനാണ്. ഏതാണ്? ഓപ്ഷൻ ബി, ഡിസ്ട്രസ് ആൻഡ് അഫെക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കൂ.
പിയാഷെയുടെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ദിശാന്തരണം എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിലിറ്റി, ചില വേർഡുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, റിവേഴ്സിബിലിറ്റിയാണ് കേട്ടോ. അക്കോർഡിംഗ് ടു പിയാഷെ ദ ചൈൽഡ് ഡെവലപ്പ് ദ എബിലിറ്റി ഓഫ് റിവേഴ്സിബിലിറ്റി അറ്റ് ദ സ്റ്റേജ് ഓഫ്, ഏത് ഘട്ടത്തിലാണ്? പ്രീ ഓപ്പറേഷണൽ, ഇൻറ്റ്യൂറ്റീവ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, സെൻസറി മോട്ടർ. ഏത് ഘട്ടത്തിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിലാണ് റിവേഴ്സിബിലിറ്റി. നമ്മൾ പറഞ്ഞത് സീരിയേഷൻ ഇങ്ങനെയുള്ളതൊക്കെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്. ആദ്യഘട്ടം ഏതായിരുന്നു? സെൻസറി മോട്ടോർ, പിന്നെ പ്രീ ഓപ്പറേഷണൽ, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്ത ചോദ്യം നോക്കൂ, 22ാമത്തെ ചോദ്യം. എ പൗസ് ബിഫോർ പ്രൊനൗൺസിങ് എ വേർഡ് ഈസ് എ സ്പീച്ച് ഡിഫിക്കൽറ്റി വിച്ച് ഈസ് നോൺ ആസ്. നമ്മൾ സംസാരം അല്ലേ ആരംഭിക്കാൻ വയ്യാതെ തടസ്സപ്പെട്ടു നിൽക്കുന്ന ഭാഷാ വൈകല്യം അറിയപ്പെടുന്നത് എന്ത് ചെയ്യും? ഒരു പൗസ് വരും സംസാരിക്കുന്നതിന് മുമ്പ്. അതിനാണ് നമ്മൾ ലിസ്പിംഗ്, ബേബി ടോക്ക്, സ്റ്റാമറിങ്, സ്ലറിങ്. ഏതാണ്? സ്റ്റാമറിങ് ആണ്, അതായത് വിക്ക് എന്ന് നമ്മൾ അതിനെ പറയും. അടുത്ത ചോദ്യം നോക്കൂ, 23ാമത്തെ ചോദ്യം. നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു നോം ചോംസ്കി ദ റെഡിമെൻ്ററി ഫോം ഓഫ് ലാംഗ്വേജ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ബ്രെയിൻ, ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ടതാണ്, മസ്തിഷ്കത്തിലാണ് രൂപപ്പെടുന്നത്. ഫൗണ്ട് ഇൻ സൊസൈറ്റിയിലാണ്. ട്രാൻസ്ഫോംഡ് ത്രൂ എഡ്യൂക്കേഷൻ, ഡെവലപ്ഡ് ബൈ ഇൻട്രാക്ഷൻ. എന്താണ് ചോംസ്കിയുടെ കൺസെപ്റ്റ്? സ്റ്റോർ ഇൻ ദ ബ്രെയിൻ, മസ്തിഷ്കത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതിലാണ് അതിൻ്റെ രൂപം ഉണ്ടാവുക. ഇതാണല്ലോ നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഇതിനൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നു, ലാഡ്. എന്തായിരുന്നു? ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അടുത്ത ചോദ്യം നോക്കൂ, സാംസ്കാരിക കൈമാറ്റത്തിലും അറിവ് നിർമ്മാണത്തിലും ഭാഷാധ്യാപകർക്ക് പ്രധാന പങ്ക് വഹിക്കാനാവും എന്ന് വാദിച്ചത്? ഹൂ പോസ്റ്റുലേറ്റഡ് ദ ഐഡിയ ദാറ്റ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ക്യാൻ പ്ലേ എ വിറ്റൽ റോൾ ഇൻ സൊസൈറ്റി ഫോർ ട്രാൻസ്ഫോമിങ് കൾച്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. ഇതിലെല്ലാം ഭാഷയുടെ ആളുകളുണ്ട് അല്ലേ? ബന്ദുര, നോം ചോംസ്കി, ബ്രൂണർ, വൈഗോഡ്സ്കി. ഇതിൽ സാംസ്കാരിക കൈമാറ്റം എന്താ ഉദ്ദേശിക്കുന്നത്? കൾച്ചറൽ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് അല്ലേ? ട്രാൻസ്ഫോമിങ് കൾച്ചർ. അപ്പോൾ ഇതിന് കൾച്ചറുമായി ബന്ധപ്പെട്ട ആളാരാ? ഇതിലൊരു പ്രത്യേക കോട്ടല്ല പറയുന്നത്, പക്ഷേ ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞതാരാന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോം ചോംസ്കി അറിയാം, അദ്ദേഹം പറഞ്ഞത് എന്താണ്? നമ്മുടെ ഇന്നേറ്റ് എബിലിറ്റി ഉണ്ടാവും അല്ലെ, കുട്ടികളിൽ ഇന്നേറ്റ് എബിലിറ്റി ഉണ്ടാവും എന്നാണ് കൺസെപ്റ്റ്. ഇവിടെ ഇതുമായി ഏറ്റവും യോജിച്ചത് നമുക്ക് ആരാണ്? വൈഗോഡ്സ്കിയാണ്. ആരാണ്? വൈഗോഡ്സ്കി. അടുത്ത ചോദ്യം നോക്കൂ, തുടർ മൂല്യനിർണ്ണയം, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അത് സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏത്? വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് സ്യൂട്ട് ദ കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ? എ പ്രോസസ് അറ്റ് ദ എൻഡ് ഓഫ് ലേണിംഗ്, ലേണിങ്ങിൻ്റെ എൻഡിലാണോ? എ പ്രോസസ് അറ്റ് ദ എൻഡ് ഓഫ് എ കോഴ്സ്, പഠന കാലയളവിൻ്റെ അന്ത്യത്തിലാണോ? എ പ്രോസസ് ദാറ്റ് ഇവാലുവേറ്റ് ഓൺലി ദ പ്രൊഡക്റ്റിനെ മാത്രം ഇവാലുവേറ്റ് ചെയ്യുകയാണോ? എ പ്രോസസ് ടു ബി ക്യാരിഡ് ഔട്ട് അലോങ് വിത്ത് ലേണിംഗ്, പഠനത്തോടൊപ്പം നടത്തേണ്ട ഒരു പ്രക്രിയയാണോ? ഏതാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ? തീർച്ചയായും ഏറ്റവും സ്യൂട്ടായത് നമുക്ക് ലാസ്റ്റത്തെ ഓപ്ഷനാണ് അല്ലേ, ഓപ്ഷൻ ഡി, എ പ്രോസസ് ടു ബി ക്യാരിഡ് അലോങ് വിത്ത് ലേണിംഗ്. അടുത്ത ചോദ്യം നോക്കൂ, ഒരു പഠന വക്രത്തിൽ കോൺവെക്സ് വക്രം സൂചിപ്പിക്കുന്നത്? ഇൻ എ ലേണിംഗ് കർവ് ദ കോൺവെക്സ് കർവ് ഓഫ് ലേണിംഗ് ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻ നോക്കൂ, പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്, നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്, ബെൽ ഷേപ്പ്ഡ് കർവ്, എസ് ഷേപ്പ്ഡ് കർവ്. ഏതാണ് ഉത്തരം? ഉത്തരം നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്. നമുക്കിത് മനസ്സിലാവണമെങ്കിൽ ആ കർവ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. അതായത് പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എന്തുണ്ടാവും? ഒരു ഉയർച്ച കാണും അല്ലേ? പതിയെ പതിയെ അത് കർവിൻ്റെ രൂപം മാറും. അതാണ് കോൺവെക്സ് എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ എന്ത് ചെയ്യും? പഠന പുരോഗതി പതിയെ പതിയെ കുറഞ്ഞു വരികയും മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. ഇതാണ് എന്താ പറയുക? നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, ചില പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണമെന്നത് സംബന്ധിച്ച ഓർമ്മ ഏത് ഗണത്തിൽപ്പെടുന്നു? ഇവിടെ മെമ്മറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൗ ടു ഡു സംതിങ് അല്ലേ? ഹൗ ടു ഡു സംതിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെമ്മറി. ഡിക്ലറേറ്റീവ് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി, പ്രൊസീജിയറൽ മെമ്മറി, എപ്പിസോഡിക് മെമ്മറി. ഇവിടെ ഉത്തരം പ്രൊസീജിയറൽ മെമ്മറി. ഉദാഹരണത്തിന് ഒരാൾ വാക്ക് ചെയ്യുക, നടക്കുന്നത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ ഷൂവിൻ്റെ ടൈ അല്ലേ,
ടൈ കെട്ടുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഒരാൾ പഠിച്ചെടുക്കുന്നത് പ്രൊസീജിയറൽ മെമ്മറിയാണ്, എങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളത്. സെമാൻറ്റിക് മെമ്മറിയും അതുപോലെ എപ്പിസോഡിക് മെമ്മറിയും മറ്റു രീതിയിലുള്ള മെമ്മറികളാണ് അല്ലേ. അതും ചോദ്യത്തിന് വരാറുണ്ട്. ഞാൻ പല വീഡിയോയിലും അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവങ്ങൾ ഓർത്ത് വെക്കുന്നതായിരുന്നു എപ്പിസോഡിക്. റൂൾസുകൾ അല്ലേ, നിയമങ്ങളും പൊതു നിയമങ്ങളും ഓർത്തിരിക്കുന്നത് അല്ലെ, ജനറൽ നോളജൊക്കെ നമുക്ക് സെമാൻറ്റിക് മെമ്മറിയിലൂടെയാണ് ഓർത്തെടുക്കാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. എറിക്സന്റെ അഭിപ്രായത്തിൽ അപ്പർ പ്രൈമറി തലത്തിലെ കുട്ടിയുടെ മനോസാമൂഹ്യ വികാസഘട്ടം, ദ സൈക്കോസോഷ്യൽ ചാലഞ്ച് ഫേസ്ഡ് ഡ്യൂറിങ് മിഡിൽ സ്കൂൾ ഇയേഴ്സ് അക്കോർഡിംഗ് ടു എറിക്സൺ ഏതാണ്? ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വിയസ് ഷെയിം, ഇൻറ്റിമസി വിയസ് ഐസൊലേഷൻ, ഇൻഡസ്ട്രി വിയസ് ഇൻഫീരിയോറിറ്റി. ഏതാണ് ഉത്തരം? ഇൻഡസ്ട്രി വിയസ് ഇൻഫീരിയോറിറ്റി. അപ്പോൾ മറ്റുള്ള നോക്കൂ. ആദ്യഘട്ടത്തിൽ കുട്ടിയിലുണ്ട്, അതിൽ ആദ്യത്തെ 18 മാസങ്ങൾ ഉണ്ടാവുന്നതാണ് ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്. പിന്നീട് അത് മുതൽ 3 വയസ്സ് വരെ ഉണ്ടാവുന്നത് ഏതാണ്? ഓട്ടോണമി. അതിനുശേഷം വരുന്നതാണ് ഇനീഷ്യേറ്റീവ്. അത് ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ, ഇനീഷ്യേറ്റീവ്. അപ്പോൾ നമുക്കറിയാം ഇനീഷ്യേറ്റീവ് സ്റ്റേജ് എന്നാൽ കുട്ടി ചെറിയ LP ക്ലാസ്സുകളിലായിരിക്കും. അതിനുശേഷമാണ് ഇൻറ്റിമസി വിയസ് ഇൻഫീരിയോറിറ്റി വരുന്നത്, ഇൻഡസ്ട്രി വിയസ് ഇൻഫീരിയോറിറ്റി വരുന്നത്. സോ തീർച്ചയായും മിഡിൽ സ്കൂൾ എവിടെയാണ്? ഈ ഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം നോക്കൂ. 29ാമത്തെ ചോദ്യം. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെക്കുറിച്ചുള്ള മൊത്തം വിലയിരുത്തലിന് പറയാവുന്നത്. ദ സമ്മറി ജഡ്ജ്മെൻറ്റ് അബൌട്ട് യുവർ വർക്ക് ആസ് എ പേഴ്സൺ ഈസ് കോൾഡ് സെൽഫ് എസ്റ്റീം, സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് ആക്ച്വലൈസേഷൻ, സെൽഫിഷ്നെസ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അതിനെ നമുക്ക് എന്ത് പറയാം? സെൽഫ് കൺസെപ്റ്റ്, അഹംബോധം എന്ന് പറയാം അല്ലേ. ഇനി ഇതിൽ അവസാനത്തെ ചോദ്യം നോക്കൂ. നല്ല ആൺകുട്ടി നല്ല പെൺകുട്ടി എന്ന് പറയിക്കാനുള്ള ശ്രമം നൈതിക വികാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ ഈസ് വൺ ഓഫ് ദ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ദ ഐഡിയ വാസ് പുട്ട് ഫോർവേഡ് ബൈ എറിക്സൺ, സ്കിന്നർ, പിയാഷെ, കോൾബർഗ്. ആർക്കാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ നടക്കുന്നത്? അത് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിൽ അല്ലേ, അതിൻ്റെ ഒരു ഘട്ടമാണ്. ഏത് ഘട്ടമാണെന്നറിയാം നിങ്ങൾക്ക്? കൺവെൻഷനൽ. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൺവെൻഷനൽ. എത്ര ഘട്ടമുണ്ട്? പ്രീ കൺവെൻഷനലും ഉണ്ട്, ഇതിന് മുമ്പൊരു ഘട്ടമുണ്ട് പ്രീ കൺവെൻഷൻ. അത് 2 ഘട്ടമുണ്ട് അല്ലേ. അതുപോലെ കൺവെൻഷനൽ 2ാമത്തെ ഘട്ടം, 3ാമത്തെ ഘട്ടം പോസ്റ്റ് കൺവെൻഷനൽ, അതും 2 ഘട്ടം. അപ്പോൾ ആ 3 ഘട്ടങ്ങളായിട്ടാണ് കോൾബർഗ് തൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിനെ വിശദീകരിച്ചിട്ടുള്ളത്. അതിലുള്ള കൺവെൻഷനൽ ലെവലിലാണ് എന്തുള്ളത്? ഈ ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ ഉള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.